അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ചോദിക്കുന്ന അല്ല. അപ്പൊ ഉണ്ണി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവരെ ഉണ്ണിയുടെ പേരിനോട് ചേർന്ന് വരുന്ന ഗേൾസ് എല്ലാം കല്യാണം കഴിച്ചു പോന്നു, അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടെങ്കിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? ഇത് മനസ്സിലാക്കുന്ന ഒരു ഗേള്. ഇല്ല, ശരിക്കും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് കാണുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഷെയർ ചെയ്യല്ലോ, ഇതേ പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഇത് തന്നെയാ പറയണേ, ഇങ്ങനെ ഓരോ മാസം ഓരോരുത്തരുടെ പേരിലുള്ള ഗോസിപ്പ് വന്ന് എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ല എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ വേറെ ഒരു സിനിമയിലല്ലാതെ പിന്നെ എവിടുന്ന് നിങ്ങളുടെ ഒരുമിച്ചുള്ള പിക്ചേഴ്സ് കിട്ടിയിട്ടായിരിക്കും? എങ്ങനെ നിങ്ങൾ ഡയമണ്ട് നെക്ലസും റിലീസായത് അങ്ങനെ ഞാൻ പണ്ട് കേട്ടിരുന്നു. പിന്നീട് ഐ മീൻ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മേപ്പടിയാന്റെ ഡയറക്ടറായ വിഷ്ണുമോഹന്റെ അടുത്ത സുഹൃത്താണ്. വിഷ്ണുവിടെ ഇപ്പൊ നെക്സ്റ്റ് മൂവി മേപ്പടിയാൻ കഴിഞ്ഞ കഥ ഇതുവരെ അതില് വളരെ ഇമ്പോർട്ടന്റ് ഹീറോയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെ സിനിമകൾ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ കോമൺ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പരിചയം. പിന്നെ 12th മാനിലാണ് കൂടുതലും ഞാൻ സംസാരിച്ചത്, നിങ്ങൾ പരിചയം അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരുന്നത്? ഇവൾക്ക് ചിരി വരും, പക്ഷെ എനിക്ക് ചിലപ്പോൾ ബിക്കോസ് പുള്ളിക്കാരത്തേക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജോഡി. ഇപ്പൊ മഹിമയുടെ ഒപ്പം ഒരു കോളേജ് നല്ല ജോഡി, കല്യാണം കഴിച്ചോടെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കണം. അങ്ങനെയല്ല, ആഫ്റ്റർ എനിക്ക് എപ്പോഴും ഒന്നുമില്ല. ചില സമയത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ യൂട്യൂബ് വാർത്തകൾ കണ്ട് എന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരുപാട് ഇങ്ങനെ സാധാരണ കുടുംബത്തിലെ ചില അമ്മമാരൊക്കെ ഉണ്ട്. ഞാൻ ദിവസം അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുക, ഞാൻ കണ്ടു കേട്ടാ, ഞാൻ എന്ത് കണ്ട് കല്യാണം അപ്പൊ എവിടെ കണ്ടെന്ന് പറഞ്ഞു, ഞാൻ യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഉണ്ണി മുകുന്ദനും അനുശ്രീയും. അടുത്ത കാലത്തായി രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ ഗോസിപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ നല്ല സുഹൃത്തുക്കളാണ് തങ്ങൾ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി. ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗോസിപ്പുകളെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. തന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്ത് വരാറുണ്ട്. അവരെല്ലാം കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത്. അതിനർത്ഥം അനു വിവാഹം കഴിച്ചു പോകാനായി എന്നാണ്. ചില നടിമാർ കല്യാണം കഴിക്കാറാകുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊപ്പം വാർത്ത വരുന്നത്. പിന്നെ അവർ കല്യാണം കഴിച്ചു പോകും. പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം തന്റെ പേര് കൂടി ചേർത്ത് വാർത്ത വരികയാണ്. പിന്നെ എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ? ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും. കാരണം പുള്ളിക്കാരിക്ക് ആദ്യമായിട്ടായിരിക്കും ഗോസിപ്പ് വരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണിമുകുന്ദനും ആ നടിയും നല്ല ജോഡിയാണ്. മഹിമയുടെ കൂടെ പോയപ്പോൾ ആഹാ നല്ല ജോഡി എന്നാണ് പറയുന്നത്. സാധാരണ ഒരു അത്യാവശ്യം എന്താ പറയാ ഓറിയന്റഡ് ആയ ഒരാള് അങ്ങനെയല്ലേ പറയാ, എല്ലാവർക്കും അങ്ങനെയല്ലേ ഉള്ളത്. നല്ലൊരു കുട്ടി, നല്ല സ്വഭാവം. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നപ്പോ തൊട്ട് എന്നോട് ചോദിച്ചോണ്ടിരിക്കും, എനിക്ക് തന്നെ കല്യാണമൊക്കെ എങ്ങനെയാന്ന് അറിയാം. ഒരു ഇന്ന പ്രായത്തിൽ നടന്നത് നല്ലതാണ്, ഐ ഫീൽ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച്. ബട്ട് അത് നടന്നില്ലെങ്കിലും നിങ്ങൾ ഇഫ് യു ആർ ഇൻ എ ഗുഡ് മെന്റൽ സ്പേസിലാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്ക് കല്യാണം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ആണ്. ഒരു കറക്റ്റായ ഒരാളുടെ ഒപ്പം ഒരു വർഷമാണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഒരു തെറ്റായ ആളുടെ ഒപ്പം 25 വർഷം ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യണേക്കാളും എത്രയോ നല്ലതാണ് ഒരു വർഷം ഒരാളുടെ സമാധാനം. ഇപ്പൊ ഞാൻ അങ്ങനെയായി. ഓക്കെ, അപ്പൊ സംടൈംസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് എന്റെ ലൈഫിൽ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഭക്തി വിശ്വാസമുള്ള ഒരാളാണ്. എന്ന് വെച്ച് എന്റെ ലൈഫിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരു ട്രാജഡി എന്ന് ഞാൻ കരുതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഇതും ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ പഴയ ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ പണ്ടേ പറഞ്ഞതല്ലേ, എനിക്കിപ്പോ അതാ അടിച്ചത്. ദാറ്റ് ഷുഡ് ഹാപ്പൻ. അങ്ങനെ കളിയാക്കി ചിരിക്കണ പോലത്തെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് എങ്ങനെയുള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടാന്ന് പറയുമ്പോഴേ ഞാൻ ചോദിച്ചത് അതാ മറ്റേ മൂക്ക് നീണ്ട വീഡിയോ അല്ലേ ഞാൻ കണ്ടതായത്. ഇനി വരാൻ പോകുന്ന ആൾക്ക് നോക്കിക്കോ, കുഞ്ഞു മൂക്കായിരിക്കും. നമ്മൾ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ പാർട്ണറായിട്ട് വരുന്ന ആൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ. എന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര വലുതായതുകൊണ്ട് അതുപോലെ തന്നെ നടന്നാലും അതേപോലെ നടക്കും. പിന്നെ നോക്കിക്കോ, എല്ലാരും നോക്കും നീണ്ട മൂക്കാണോ. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ആഗ്രഹിച്ച
കാര്യത്തെക്കാളും കൂടുതലാണ് എപ്പോഴും നടക്കാറ്. ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട്. ഒരിക്കൽ അമ്പലത്തിൽ പോയപ്പോൾ ഒരമ്മ സംസാരിക്കാൻ വന്നു. കല്യാണമായതിനെ പറ്റി ഞാൻ കണ്ടുട്ടോ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി. ആദ്യമൊക്കെ താനത് വിട്ടുകളയുമായിരുന്നു. സ്വാസിക ഒരു സിനിമയിൽ നന്നായി അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് സ്വാസികയെ പറ്റിയുള്ള വാർത്തകൾ. അവളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ സന്തോഷമായി. ഇനി എത്രയും പെട്ടെന്ന് അനുവിന്റെ കല്യാണം കഴിയട്ടെ എന്നാണ് ആഗ്രഹം. താൻ സിനിമയിൽ വന്നപ്പോൾ മുതൽ കേൾക്കുന്ന കാര്യമാണ് കല്യാണത്തെ പറ്റി. വിവാഹം ഒരു പ്രായത്തിൽ നടന്നാൽ നല്ലതാണ്, പക്ഷെ നടന്നില്ലെങ്കിലും നല്ലൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ അത് നല്ലതാണ്. വിവാഹം നടന്നില്ലെങ്കിൽ ട്രാജഡി എന്നൊന്നും താൻ കരുതുന്നില്ല. ഗോസിപ്പുകളെ രസകരമായി മാത്രമേ എടുക്കാറുള്ളൂ എന്ന് അനുശ്രീയും പറയുന്നു. നടി മഹിമ, നിഖില അങ്ങനെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നു. അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട്. തന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല. തന്നെ പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. തനിക്ക് തമാശയാണിത്. പുതിയ വാർത്തകൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കാറുണ്ട്. വിശ്വാസത്തെ പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായതുകൊണ്ടാകാം തങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത്. ബാക്കി താരങ്ങളെക്കാളും തങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്ന് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും. ഒരു സിനിമയിൽ മാത്രമേ തങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. അതും പേരായിരുന്നില്ല. വിവാഹം കഴിക്കണ്ട എന്നാണ് തന്റെ ഇപ്പോഴത്തെ തീരുമാനമെന്നും അനുശ്രീ പറയുന്നത്. എന്റെ ലൈഫിൽ ഒരിക്കലും ഇത് ഞാനിപ്പോ ഒരു സൈക്കിൾ ആഗ്രഹിച്ചു, നടന്നു പോയിട്ടില്ല. എനിക്ക് ബൈക്ക് കിട്ടിയേക്കണേ. ഞാൻ ബൈക്ക് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. സോ അറിയില്ല, എനിക്ക് ഈ ജാതകം ഇതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു യോഗം ഉണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിനെക്കാട്ടും ഡബിൾ. ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ ഉണ്ണി ആഗ്രഹിച്ചതിനെക്കാട്ടിലും ഒരുപാട് കിട്ടാണ്. ഇനി ഒരു മൂക്കിന് ഒരു നീണ്ട മൂക്കിന് വരെ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോ അതാണ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇനി നോക്കാൻ പോണ ഒരു സംഭവം എന്ന് പറയണത്. ഓക്കെ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. തരുമ്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല. നല്ലൊരു കുട്ടീനെ മാത്രം കിട്ടിയാൽ മതി അല്ലേ? ലക്കി ഗേൾ എന്ന് പറയണോ ലക്കി ബോയ് എന്ന് പറയണോ ഞങ്ങൾ അപ്പൊ തീരുമാനിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലുക്സിനെ കുറിച്ചല്ല ഞാൻ ഇത്ര ബോധമില്ല, ടു വെരി ഓണസ്റ്റ്. ഞാൻ ബിക്കോസ് ഇപ്പൊ എന്റെ ഈ ആ ഒരു സെൻസ് ഓഫ് മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. പണ്ടത്തെ കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ടത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു വർഷം കൂടുന്തോറും ലൈഫ് എക്സ്പീരിയൻസ് ടോട്ട് മീ ലൈക്ക് ലുക്സിലല്ല. ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയും ലൈഫിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ഞാൻ എന്റെ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് ഭയങ്കര ഡിഫറെന്റ് ആണ് ആക്ച്വലി. അപ്പൊ ഉണ്ണി ജോലിക്ക് വിടുവോ വൈഫിനെ? പോണം, എന്തിനു വിടുവോന്നല്ല, എനിക്ക് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. ജോലിക്ക് വിടുവോ? പോണം, പോയേ പറ്റൂ. എങ്ങനെ അനുവദിന് അല്ല അനുവായാലും ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഇത് വരുന്ന ഷോ ആണ്. ഇല്ല ഇതെല്ലാം ഫ്രണ്ട്ലി. ഇവര് തമ്മിൽ ഒന്നുമില്ല. ഞാനാണ് സത്യം. ഇത് വെറും ഇവര് തമ്മിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കൂടെ പറയുന്നത് കൊണ്ട് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ ഇങ്ങനെ. ഞാൻ സത്യസന്ധമാണ്, അനുശ്രീയുടെ കല്യാണം ഒരു 6 മാസം കൊണ്ട് നടക്കും. ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ നമ്മൾ തമ്മിലുള്ള ന്യൂസ് വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി. കെട്ടിപ്പോയില്ലല്ലോ ഇതുവരെ. അങ്ങനല്ലേ, ടൈമിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. പൊതുവെ എല്ലാ ഹീറോയിൻസ് കല്യാണം കഴിക്കുന്ന തൊട്ട് മുന്നേ കഴിക്കില്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ ഈ സിനിമയിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിത്രവും മാഗസീനൊക്കെ വായിക്കുമ്പോ ഇല്ല വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോ ടക്കേന്ന് കല്യാണം. ഞാനിവിടെ കണ്ടൊന്നുമില്ല, നീ ആര് ഫ്രണ്ടും അല്ല എന്ന് പറഞ്ഞുട്ടാ. എവിടെയോ കണ്ടു വരുന്ന സമയത്ത്